ദുനിയാവ് അദ്ദുനിയാ സിജുനുൽ മുഅ്മിൻ. അള്ളാഹു ചില തർത്തീബുകൾ, ചിട്ടവട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമാണ് ഒരു മുഅ്മിൻ ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഒരുപക്ഷേ പ്രകൃതിമതമായ ഇസ്ലാമിൻ്റെ ഓരോ വിലയിരുത്തലുകളും ഉണർത്തലുകളും അവൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമായ രൂപത്തിലാണ്. അവൻ്റെ സ്വഭാവ ശുദ്ധീകരണത്തിനു വേണ്ട വഴികൾ എല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു നൽകുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരുവൻ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവന് ആവശ്യമായതെല്ലാം ദീനുൽ ഇസ്ലാം വിവരിക്കുകയാണ്. പക്ഷേ ആധുനികതയുടെ രസത്തിൽ, നിറച്ചാർത്തിൽ, രസങ്ങളിൽ മനം മയങ്ങിപ്പോയ മനുഷ്യന് ഒരുപക്ഷെ അതൊരു കുടുസായി തോന്നാം. ഇച്ഛയ്ക്കനുസരിച്ച് കുതിക്കാതെ ശരീരത്തിനെ പിടിച്ചു നിർത്തി തഖ്വയിൽ ഉറപ്പിച്ചു നിർത്തുന്ന സംവിധാനമാണ് ദീനുൽ ഇസ്ലാമിൻ്റേത്. അതുകൊണ്ടാണ് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ. ഇച്ഛകൾക്ക്, രസങ്ങളുടെ പിന്നാലെ പോകാതെ തഖ്വയിൽ നിലകൊള്ളണം എന്ന് പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ച് സുഖമായി അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരിടം, ഒരു തറവാട്, പരിശുദ്ധ സുന്ദര സ്വർഗം, ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബയിൽ ധാരാളം. അതിൻ്റെ ഓരോ ആയത്തുകൾ എന്തേ ഓതാൻ നമുക്ക് നാണം, അതിൻ്റെ തഫ്സീറുകൾ നോക്കാൻ എന്തേ നമുക്ക് ലജ്ജ. സോഷ്യൽ മീഡിയയുടെ വല്ലാത്ത അതിപ്രസരം കാരണം സുന്ദര സുവനത്തിൻ്റെ സ്വർഗത്തിൻ്റെ രസങ്ങളെക്കുറിച്ച് പറയാൻ ഇന്ന് മുസ്ലിം തന്നെ മടിക്കുകയാണ്. എന്തിനാണ് മടിക്കുന്നത്? സൂറത്തുൽ മഹത്തുക്കളായ പരിശുദ്ധ ഖുർആൻ്റെ സൂറത്തിൻ്റെ വിശദീകരണം നൽകിയ, തഫ്സീർ നൽകിയ മഹത്തുക്കൾ അതിനെ വിവരിക്കുന്നത് കേട്ടാൽ അത്ഭുതം. ബുഖാരി പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സുന്ദരമായ പരിശുദ്ധ സ്വർഗത്തിനെക്കുറിച്ച് തിരുനബി തങ്ങളുടെ ഹദീസുകൾ ബുഖാരിയിൽ നിന്ന്, ആ സ്വർഗത്തിൻ്റെ രസങ്ങൾ, സന്തോഷങ്ങൾ, അവിടുത്തെ കളിതമാശകൾ ഒട്ടനവധി പറയാനുണ്ട്. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഉണർത്തുന്നു. ഇന്നത്തെ തറാവീഹിന്, ഒരു തറാവീഹിൽ സ്വർഗത്തിനെക്കുറിച്ച് പറഞ്ഞു, വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തറാവീഹിൻ്റെ പ്രതിഫലമായി പറയുന്നത് അള്ളാഹുവിൻ്റെ നൂറ്, ആ പ്രകാശം കൊണ്ട് അള്ളാഹു നിർമ്മിച്ചു നൽകുന്ന സ്വർഗത്തിലെ ഒരു ഭവനം സത്യവിശ്വാസിക്കുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കത് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആ പരിശുദ്ധ സ്വർഗത്തിൻ്റെ അത്യുജ്വല നിർമ്മാണ സംവിധാനം, ഇന്ന് ധാരാളം എഞ്ചിനീയർമാർ, കൺട്രാക്ടർമാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഓർക്കണം, കൺസ്ട്രക്ഷൻ പർപ്പസിനായി ഉപയോഗിക്കുന്ന ഓരോന്നിലും അത്ഭുതമാണ്. ഓരോന്നും അത്യുജ്വലം, അത്ഭുതം. കമ്പിയും സിമൻറ്റും അതുപോലെ തന്നെ കല്ലുകൾക്കും പകരമായി സ്വർണത്തിൻ്റെ കല്ലും വെള്ളിയുടേതാകുന്ന കട്ടകളും കല്ലുകളും, സിമൻറ്റ് മിശ്രിതത്തിന് പകരമായി കസ്തൂരിയുടെ കുഴമ്പ് കൊണ്ട് ഊട്ടിയുറപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. എന്തോ ഒരു മണമാണ് അവിടെ. ആ സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേക കൗതുകം, അവിടെ ഒരു സൂര്യൻ്റെ പ്രകാശം കൊണ്ടല്ല, അവിടുത്തെ ഒരു ഭവനത്തിലും പ്രകാശം. ഇന്ന് ഇവിടെ വെച്ച് ഒത്തിരി മോഹത്തോടെ കൊതിച്ച റബ്ബിൻ്റെ തജല്ലി, ആ പ്രകാശമാണ് ആ ഭവനങ്ങളുടെ പ്രകാശം. റബ്ബിൻ്റെ നൂറുല്ലാഹ് അടിച്ചു വീശും ആ സുന്ദര സ്വർഗത്തിൽ, സുവനത്തിൽ. ആ പർദീസയിൽ പോയി അണയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനോഹരമാണ് അവിടുത്തെ തോട്ടങ്ങൾ. ശാന്തിയും സമാധാനവും എപ്പോഴും ലഭിക്കുന്ന തോട്ടങ്ങളും അരുവികളും നിന്റെ ഭവനത്തിൻ്റെ അടുത്തുകൂടെ, മുറ്റത്തൂടെ, മുന്നിലൂടെ ഇങ്ങനെ ഒഴുകും. അതിലേക്ക് കുളിർ കാഴ്ച കണ്ട് മതിവരാത്ത, മടുക്കാത്ത, ആനന്ദം തുളുമ്പുന്ന കാഴ്ചയാണ്. ശാന്തിയും സമാധാനവും നിനക്കവിടെ ലഭിക്കും. അവിടെ നിത്യ സന്തോഷമാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പുതിയ വീടാണെങ്കിലും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പം ഇച്ചിരി സന്തോഷമൊക്കെ കുറയും, പിന്നൊന്ന് കൂടും, പിന്നെ കുറയും, അല്ലേ? പുതിയ വീട്ടിൽ താമസമായി ഒന്ന് കയറുമ്പോൾ ആ കാണുന്ന ഒരു സന്തോഷം എപ്പോഴും നിലനിൽക്കണം. മരണം വരെ സന്തോഷം അള്ളാഹു നൽകുന്നത് ഭവനത്തിലാണ്. അള്ളാഹു നല്ല ഭവനമാക്കി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോഴും ഒന്ന് ഓർക്കണം, ഇടയിൽ മകൻ്റെ, മകളുടെ, പ്രിയപ്പെട്ട പെണ്ണിൻ്റെ, ഉമ്മയുടെ, വാപ്പയുടെ വാക്കിനാലുള്ള മുറിവോ അല്ല, അവരുടെ ശരീരത്തിലേൽക്കുന്ന രോഗങ്ങളോ മുറിവുകളോ, ഏതോ ഒരു വിഷമം, നിന്റെ കടങ്ങളോ, നിന്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നിനക്കനുഭവപ്പെട്ടാൽ ആ വീട്ടിൻ്റെ വെളിച്ചം പോയി. നീ എന്ന ഒരു വ്യക്തിക്ക് അനുഭവപ്പെട്ട ഒരു പ്രയാസം, അതും പേറി വീട്ടിൻ്റെ ഉള്ളിൽ വരുന്ന നിന്റെ വെളിച്ചം എത്ര
കളർഫുള്ളാണെങ്കിലും എത്ര ബൾബ് സംവിധാനങ്ങൾ അവിടെ പ്രകാശ സംവിധാനം ഒരുക്കിയാലും നിന്റെ ഹൃദയത്തിന് ഒരു ഇരുൾ വീണുപോയി. നിത്യസന്തോഷമാണ്. അവിടെ രോഗമില്ല, അവിടെ സങ്കീർണതകളില്ല, സങ്കടങ്ങളില്ല, പ്രയാസങ്ങളില്ലാത്ത ഒരു അനുഗ്രഹ ഭവനം അള്ളാഹു നമുക്ക് ഒരുക്കി നൽകുമാറാകട്ടെ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹീത സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. മുഅ്മിനാവണം, അമലു സ്വാലിഹാത്തുകൾ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. വസീഖ الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها. ഇന്ന് നീ ഒരു വീട്ടിൻ്റെ ഒരു ഓഫീസിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് സംവിധാനമാണ്. നിന്നെ കാണുമ്പോൾ തന്നെ സെൻസർ പ്രവർത്തിച്ചിട്ട് ഓട്ടോമാറ്റിക് ഡോറുകൾ രണ്ടു ഭാഗത്തേക്ക് നീങ്ങും. നീ സന്തോഷത്തോടെ ഇന്ന് നടന്നു കയറും. ഓരോ മാളുകളിൽ ഈ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിന്നെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകാൻ റഹ്മത്തിൻ്റെ മലക്കുകളുണ്ട്. ആ പോകുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹു ആ പ്രത്യേകത നമുക്ക് നൽകുമാറാകട്ടെ. അവൻ അള്ളാഹുവിനെ പേടിച്ചവനാണ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചവനാണ്. ആരുടെയും തൃപ്തിയും മോഹങ്ങളും അഭിമാനവും ഫഖർ പറച്ചിലും പൊക്കിപ്പറച്ചിലും ഇഷ്ടം പറച്ചിലും ഒന്നുമല്ല അവൻ പ്രതീക്ഷിച്ചത്. അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് പ്രതീക്ഷിച്ചത്. അവൻ്റെ ഒരു പ്രത്യേകത, അവനെ നയിച്ചു കൊണ്ടുപോകുന്നത് റഹ്മത്തിൻ്റെ മലക്കുകളാണ് സ്വർഗത്തിലേക്ക്. അങ്ങനെ സ്വർഗത്തിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവൻ അങ്ങോട്ട് അടുത്തടുത്ത് ചെല്ലുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ബാബുകൾ അവനു വേണ്ടി മലർക്ക തുറന്നിടും. എന്തൊരു കുളിർക്കാഴ്ചയാണ്! അവിടെ സ്വീകരിക്കാൻ പ്രത്യേക സൈറൺ എന്ന സംവിധാനങ്ങളാണ്. വരൂ, ഓട്ടോമാറ്റിക് സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ മുഴങ്ങും, വരൂ കയറി വരൂ. അല്ലെങ്കിൽ നല്ല പെൺകൊടികൾ, സുന്ദരികൾ ഈ ദുനിയാവിൽ നിൽപ്പുണ്ട്. അവരിങ്ങനെ വീശി വീശി നമ്മൾ അകത്തേക്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, നീ നിർഭയത്വത്തോടെ വാ. ഇനി പേടിയണ്ട, ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. സന്തോഷത്തോടെ കയറിപ്പോ, സന്തോഷത്തോടെ കയറിപ്പോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിർഭയത്വത്തോടെ കയറാന്ന് പറഞ്ഞാൽ എത്ര നാളിനി അതിറുണ്ടോ, കണക്കുണ്ടോ? ആ സ്വർഗത്തിൽ സുഖിച്ച് സന്തോഷിക്കാം. നരകത്തിൻ്റെ തീയിലിട്ട് കരിച്ച് കരിക്കട്ട പോലെയായി ഒടുവിൽ മാഉൽ ഹയാത്തിൽ മുക്കി അള്ളാഹു സ്വർഗത്തിൽ ഒടുവിൽ കടത്തുന്ന ഒരുവനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്നത്, നെഞ്ചുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് വെച്ച് വീണു പോകാനൊരുങ്ങി ഒടുവിൽ സ്വർഗത്തിലെത്തുമ്പോൾ അവനിങ്ങനെ റബ്ബേ, ഒരു മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ തണലിലിരുന്നിട്ട് റബ്ബിനോട് ഇങ്ങനെ നോക്കി ചോദിക്കും, അല്ലാഹ് റബ്ബേ ഞാൻ തളർന്നു കുഴഞ്ഞു. അല്ല പറയും, നിനക്ക് സ്വർഗത്തിൻ്റെ ഏറ്റവും അടിത്തട്ടുണ്ട്, അത് ദുനിയാവിൻ്റെ 10 ദുനിയാവിൻ്റെ ഇരട്ടി പവറുള്ള സ്വർഗം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സ്വർഗം, അതിൻ്റെ പടവുകൾ എത്ര വലുതാണ്! അവിടുത്തെ സുഖങ്ങൾ ഫീ ജന്നത്തിൻ ആലിയ لا تسمع فيها لاغية فيها عين جارية. അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, അവിടെ നല്ല ഒഴുകുന്ന ഉയർന്ന സുന്ദര സുവനമുണ്ട്. ഉയരങ്ങളിൽ പടവുകളിൽ ഹാഫിദീങ്ങൾ ഓരോ ആയത്ത് ഓതും തോറും അവർ ഓരോ പടവുകൾ കടക്കും. ഓരോ പടവിനും ആകാശഭൂമിയുടെ അകലമുണ്ട്. അത്രയും അനുഗ്രഹീതമാണ്, വലിപ്പമുണ്ട് ഓരോ പടവുകൾ. അവർ ആയത്തുകൾ ഓതി, ഖുർആനോത്തുകാർ ഹാഫിദീങ്ങൾ അവർ ഓരോ ആയത്തോതി കടന്നു പോകും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ഒരനിഷ്ടമായ ഒരു വെറുപ്പിൻ്റെ ഒരു വാക്കുപോലും അവിടെ കേൾക്കേണ്ടി വരില്ല. അവിടെ ഒഴുകുന്ന നദികളുണ്ട് സുന്ദര സുവനത്തിൽ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം റബ്ബൊരുക്കിയ വസീല എന്ന പദവിയെ നമ്മൾ ചോദിക്കുമ്പോൾ മുത്തുനബിക്ക് വേണ്ടി ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ടുള്ള ദുആ, വസീലത വൽ ഫദീലത വദ്ദറജത റഫിയ, ഇങ്ങനെ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ആവർത്തിച്ച് വസീല എന്ന ഏറ്റവും ഉയർന്ന അനുഗ്രഹീതമായ സ്വർഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗം, അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് മുത്തുനബിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ നമുക്കും സ്വർഗത്തിൻ്റെ സ്ഥാനങ്ങൾ, മഹത്വം, ഉന്നത സ്ഥാനം അള്ളാഹു നമുക്കും നൽകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ സ്വർഗത്തിൻ്റെ 8 ബാബിൽ ഒന്ന് റയ്യാനിൻ്റെ ബാബാണ്. ആ ബാബിലൂടെ സ്വർഗത്തിൽ വിളിക്കുന്നത് നോമ്പു തുറക്കാരെയാണ്. അവർക്ക് പ്രത്യേകമായി സൽക്കാരം അവിടെ ഒരുങ്ങും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ നോമ്പു തുറ നൽകിയ കുടുംബാദികളെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഷീജാമൻസിൽ ഷാജിക്ക് മരണപ്പെട്ടുപോയി. അവരുടെ പ്രിയപ്പെട്ട 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ കൊച്ചുമോൻ മരണപ്പെട്ടുപോയി. ആ പൊന്നു മകൻ്റെയും
ആ പിതാവ് ഷാജിക്കയുടെ മഗ്ഫിറത്തിനായിട്ട് ദുആ വസിയ്യത്ത് ചെയ്ത് നോമ്പ് തുറയുടെ സമയത്ത് കുറച്ച് ഭക്ഷണം അവർ നൽകിയിട്ടുണ്ട്. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു പകരം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നിസാം മേലേവിള അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻസി മരണപ്പെട്ട് ഇന്ന് ആണ്ടിൻ്റെ ദിനമാണ്. പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മദ്രസയിൽ പഠിച്ച അൽഫിയ മോളുടെ ഒക്കെ ഉമ്മയായിരുന്നു. നമുക്കറിയാം ഹംദാ മോൻ്റെ ഉമ്മ. അള്ളാഹുവേ മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ, ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ഇന്ന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം ഒരു സഹോദരൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ബിരിയാണി എല്ലാ മക്കളും കഴിച്ച് സന്തോഷത്തോടുകൂടെ പിരിയുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അവർക്കേറ്റ എല്ലാ വിഷമങ്ങളും നഷ്ടങ്ങളും അള്ളാഹു പരിഹരിക്കട്ടെ. രോഗങ്ങൾക്കെല്ലാം പരിപൂർണ്ണ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് റബ്ബേ. രണ്ടനുഗ്രഹീത 10 ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. പരിശുദ്ധമായ ഈ ഇഅ്തികാഫിന്റെ ഫളീലത്തായ ഒടുവിലത്തെ 10 ധാരാളം പ്രതിഫലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ അനുഗ്രഹീതമായ ഒടുവിലത്തെ 10 മുത്തുനബി തങ്ങൾ ഇഅ്തികാഫിന് വേണ്ടി മുണ്ട് മുറുക്കി ഉടുത്ത് അതിനു വേണ്ടി തയ്യാറായ ഹദീസുകൾ ഞങ്ങൾ ഓർക്കുന്നു. തൗഫീഖ് തരണം റഹ്മാനെ. അതിനുവേണ്ടി ഒരു സമയം, ഒരല്പസമയമെങ്കിലും അതിനുവേണ്ടി ആ പരിശുദ്ധ ഇബാദത്തിനായി മാറ്റിവെക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. ഫളീലത്തായ 21ാമത്തെ രാവാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. അള്ളാഹുവെ ഞങ്ങൾ കബൂലാക്കണേ റബ്ബേ. ഒടുവിലത്തെ 10 ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. 21-ലോ 23-ലോ 25-ലോ 27-ലോ 29-ലോ ഒടുവിൽ വരെ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടത് ഒറ്റയായ രാവുകളിൽ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. കഴിഞ്ഞ റമളാനിലും ഒടുവിലത്തെ 10 പള്ളിയിൽ അണഞ്ഞ് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്ന പള്ളിയിലെ പ്രാവുകളെ പോലെ കഴിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഅ്മിനീങ്ങൾ കബൂലാക്കണേ അല്ലാ. ധാരാളം ഇബാദത്ത് കൊണ്ട് വീടുകളെ സജീവമാക്കിയ പ്രിയപ്പെട്ട സഹോദരിമാർ കബൂലാക്കണേ അല്ലാ. വലിയ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ അമലിൽ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ പടച്ചവനെ. ആ പോരിശയായ അമലിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഇരുലോക വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, നോമ്പ് തുറ നൽകിയവർ, തറാവീഹിന് ശേഷമുള്ള ഭക്ഷണം നൽകിയവർ, അള്ളാഹുവെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊച്ചുമോൻ, അതുപോലെ തന്നെ സഹോദരി, അവരുടെ ആണ്ടിൻ്റെ ദിനമാണ്. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ ആരോഗ്യവും എല്ലാം നിൻ്റെ കയ്യിലാണ്. നിൻ്റെ പൊരുത്തത്തിലായിരിക്കുന്ന സമയം ഞങ്ങളെ നീ വിളിക്കണേ അല്ലാ. നല്ല വാക്ക് പറഞ്ഞ് നല്ല പൊരുത്തപ്പെട്ട അമലിലായി നിന്റെ ഇഷ്ട അടിമയായിട്ടല്ലാതെ ഞങ്ങൾ നീ വിളിക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. ഉയർന്ന മഹോന്നതമായ സ്വർഗ്ഗത്തിലെ സ്ഥാനം നൽകണേ അല്ലാ. അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ പള്ളിയുടെ മയ്യവാടിയിൽ അവരുണ്ട്, ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ധാരാളം മുഅ്മിനുകൾ മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ കാവലുണ്ടാവണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ മഗ്ഫിറത്തിന്റെ ഇഅ്തിഖ് മിനന്നാറിന്റെ നോട്ടം നീ അവരിലേക്ക് നോക്കണേ പടച്ചവനെ. ഇന്ന് നോമ്പ് നൽകിയവരെ, തറാവീഹിന് ശേഷമുള്ള ഭക്ഷണം ഒരുക്കിയവരെയും നീ കബൂലാക്കണേ അല്ലാ. ശർറ ബലാ മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അവർക്ക് എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാ. നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. അവരുടെ ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ വീടുകളിലുള്ള മൃഗങ്ങളുടെ ദുആ, അല്ലാഹുവേ, അവർ ചെയ്യുന്ന ദുനിയാവിൽ ഈ ഭൂമി ലോകത്തുള്ളതിനോട് കരുണ കാണിക്കുമ്പോൾ അല്ലാഹു വാനലോകത്തിലുള്ള മഹത്തുക്കൾ അവരോട് കരുണ കാണിക്കണേ റബ്ബേ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മഹലിൽ ധാരാളം കൃഷിക്കാരുണ്ട്, മൃഗങ്ങളെ പരിപാലിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വലിയ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. അല്ലാഹ് കുടുംബങ്ങളിൽ എല്ലാ നിഅമത്തും വാസിയാക്കി കൊടുക്കണേ റഹ്മാനെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ അവർക്കെല്ലാം നൽകണേ അല്ലാ. അവിടുന്ന് കാവൽ തേടി